ഐ റിയലി ബിലീവ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് അല്ല. ഇപ്പം എത്ര നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു ടിപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സി ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ ബിഗിനിങ്, ഇതിന് കഴിഞ്ഞിട്ട് നിനക്ക് എത്രയോ വരാനുണ്ട്, ഇത് നിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്മോൾ സ്റ്റാർട്ടിങ് ആണ്, നീ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ MBA ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. ഞാൻ ബാംഗ്ലൂർ എന്ന് MBA ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അറൗണ്ട് ഒരു 3-4 ഇയേഴ്സ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഞാൻ 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഐ വാസ് നെവർ 100% ഹാപ്പി ദെയർ. പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം പോലെ മേക്കപ്പ് അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല, മേക്കപ്പ് ഇൻഡസ്ട്രി അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരു MBA കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി ഈ മേക്കപ്പിലേക്ക് ഫീൽഡിലേക്ക് വരാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സപ്പോർട്ട് ആരായിരുന്നു ശരിക്കും? ഏറ്റവും സപ്പോർട്ട് അന്നും ഇന്നും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ ബി സ്റ്റോക്കിൻ്റെ പുതിയൊരു കോൺവെർസേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അതായത് നല്ലൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, പാഷനിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രൊഫഷനിൽ നിന്ന് കുറച്ചൊന്ന് സ്വിച്ച് ചെയ്ത് പാഷനിലേക്ക് വന്ന് അതിപ്പോൾ സക്സസ്ഫുൾ ആയി കൊണ്ടുപോയി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മിറാക്കി ബേ ഗീതാഞ്ജലിയുടെ ഫൗണ്ടറായ ഗീതാഞ്ജലിയാണ്. വെൽക്കം ടു ദ ഷോ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ശരിക്കും ചേച്ചിയുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ ആദ്യം നോട്ട് ചെയ്തതും ഫസ്റ്റ് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്. അപ്പോൾ ബ്രൈഡ്സ് ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും പിന്നെ ഹൈലൈറ്റ്സിലൊക്കെ നമുക്ക് കാണാമല്ലോ, എല്ലാത്തിലും ഭയങ്കര ചിരിച്ച് പ്ലസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ലൈക്ക് ബ്രൈഡ്സിൻ്റെ ബിഗ് ഡേ ആണത്, അവരെയും കാട്ടിലും ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുന്നത് ചേച്ചിയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഞാൻ ഭയങ്കര ഹാപ്പി ഗോയിങ് പേഴ്സൺ ആണ് ജനറലി ആണെങ്കിലും. പിന്നെ മോർ ദൻ എനിത്തിങ് ബ്രൈഡിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ് അവരുടെ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആയിരിക്കും ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ഡേയിലുള്ള മൂഡും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഐ ഓൾവേസ് ബിലീവ് നമ്മൾ ഹാപ്പി വൈബ്സ് കൊടുത്താൽ ആ ബ്രൈഡിൻ്റെ ഹാപ്പി വൈബ്സിൽ തന്നെയാണ് ആ ഡേ പോകാൻ പോകുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ അവരെ ഹാപ്പിയാക്കാൻ നോക്കും, അവരെ ഫാമിലി ഹാപ്പിയാക്കാൻ നോക്കും. അവരുടെ ഡേയിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 o'clock ആവാം, ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ 5 o'clock ആവാം. അപ്പോൾ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഭയങ്കര ടയേർഡായിരിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ഹെലോ, ഒരു ചിരിച്ചോണ്ടൊരു ഹെലോ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കും അതൊരു പ്ലസന്റ് എക്സ്പീരിയൻസാണ് വരുന്നത്. സോ അതിനെ കൊണ്ടും ആവാം. പിന്നെ ജനറലി ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഹാപ്പി പേഴ്സൺ ആണ്. അതെ, അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ. അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതല്ലല്ലോ. അപ്പോൾ എല്ലാ ഫോട്ടോസിലൊക്കെ കാണാം ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഫുൾ പ്ലസന്റ് വൈബ്സ് ആണ് കാണും. അതൊക്കെ രസമാണ് കാണാൻ. അപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ നല്ലൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു പ്രൊഫഷനിൽ എത്തുന്നത്. എന്തായിരുന്നു പ്രൊഫഷൻ? പറയാം, ആൾക്കാർ ഞെട്ടട്ടെ. ഞാൻ MBA ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. ഞാൻ ബാംഗ്ലൂർ എന്ന് MBA ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അറൗണ്ട് ഒരു 3-4 ഇയേഴ്സ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്യൂറിങ് ഈ സ്പാൻ ആണെങ്കിലും എനിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ ഞാൻ 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഐ വാസ് നെവർ 100% ഹാപ്പി ദെയർ. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സ്വന്തം മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ ബാക്കി എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ലൈക്ക് എൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഈ യൂത്ത് ഫെസ്റ്റിവൽ ആനുവൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു മേക്കപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴേ അവർ പറയുമായിരുന്നു ലൈക്ക് നിനക്കൊരു ടാലൻറ്റ് ഉണ്ട്, മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാമെന്നൊക്കെ. പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം പോലെ മേക്കപ്പ് അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല, മേക്കപ്പ് ഇൻഡസ്ട്രി അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരു MBA കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി ഈ മേക്കപ്പിലേക്ക് ഫീൽഡിലേക്ക് വരാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും പെട്ടെന്ന് ഇതാണ് ചോദിച്ചത്, ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ, MBA കഴിഞ്ഞിട്ടുള്ള ഒരാൾ പെട്ടെന്ന് മേക്കപ്പ് എന്നുള്ള കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വെച്ചു. അപ്പം ഇപ്പം എല്ലാവർക്കും അതൊരു മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്, മേക്കപ്പ് ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, അതിനുള്ള ഗ്രോത്ത്, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ഒരു 5 years ആ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാവരും അത്ര അറിഞ്ഞിട്ടില്ല ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഹെസിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ കെപ്റ്റ് ലേണിംഗ്. ഞാൻ അതിൻ്റെ കൂടെ മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു,
പ്രൊഫഷണൽ ക്ലാസ്സസ് ഡൽഹി വർക്ക് ചെയ്യുമ്പോൾ ചെന്നൈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു 1 month ബ്രേക്ക് എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു 1 month ബ്രേക്കിന്റെ സമയത്ത് ഡൽഹി അതുപോലെ ചെന്നൈയിലൊക്കെ പോയിട്ട് പ്രൊഫഷണൽ 1 month കോഴ്സസ് ഒക്കെ ചെയ്യായിരുന്നു. യെസ്, മേക്കപ്പിന്റെ തന്നെ ലൈക് കംപ്ലീറ്റ് ലൈക് മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ലൈക് MBA വർക്ക് ചെയ്യുന്നത് പറയുന്നത് കുറച്ച് എന്തായാലും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അതിന്റെ കൂടെ പുതിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നതും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. അതായത് 1 day ക്ലാസ്, 2 day ക്ലാസ്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 1 day 2 day ലീവ് എടുത്താൽ മതിയാവല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 1 month ബ്രേക്ക് എടുത്താലും അത്ര കുഴപ്പമില്ല. അപ്പം ഇത്രയും 1 month ലീവ് ഒരു കമ്പനി തരുമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ മാസ്റ്റർ ക്ലാസ്സസിന് ഇങ്ങനെ ഡൽഹി, ചെന്നൈ അങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഫൈനലി എനിക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കേഷൻസ് ഇൻ ടേംസ് ഓഫ് മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ, സാരി എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബാംഗ്ലൂർ ഓറിയന്റഡ് മേക്കപ്പ്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഓറിയന്റഡ് മേക്കപ്പ് അതൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അതെ, എല്ലാവരും നോക്കുന്ന വെച്ചാൽ പുട്ടിയടിച്ച ഒരു കോൺസെപ്റ്റ് പാടില്ല, ഭയങ്കര സ്കിൻ ഫിനിഷ് വേണം, ഞാൻ എന്നെ പോലെ തന്നെ വേണം, അങ്ങനെയാണ് ബ്രൈഡ്സിനൊക്കെ ഒരു പ്രിഫറൻസ് ഉള്ളത്. അങ്ങനെ ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു 2-3 ആർട്ടിസ്റ്റുകൾ ലൈക്ക് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒന്നുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വീണ്ടും പഠിച്ച് എന്നിട്ട് ഞാൻ ഇപ്പം കംപ്ലീറ്റ്ലി ഒരു സ്കിൻ ഫിനിഷ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാം അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പിലാണ് ഇപ്പം ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പഠിച്ചു ആക്ച്വലി. ഡൽഹിയിലും ചെന്നൈയിലും എല്ലാം പോയി നമ്മൾ പഠിച്ചു. കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തു. കൊള്ളാം, അടിപൊളി. ഐ റിയലി ബിലീവ് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് അല്ല. ഇപ്പം എത്ര നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം എവറി ഇയർ അറ്റ്ലീസ്റ്റ് ഞാനൊരു പോയിന്റ് ആക്കുന്നത് എന്താ വെച്ചാൽ ഒരു 2 to 3 സർട്ടിഫിക്കേഷൻസ് എങ്കിലും ലൈക്ക് 1 day ക്ലാസ് ആയാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കണം. ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ടെക്നീക്ക് ഉണ്ട്. അത് നമ്മൾ എത്ര ഫേമസ് ആയാലും ഒരു ആർട്ടിസ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ അതർ ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെ ടെക്നിക്സിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രൈഡ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. യെസ്. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക് മേക്കപ്പ് ഇങ്ങനെ അപ്ഡേറ്റ് ഇങ്ങനെ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പല ആൾക്കാരും ബിസി ആയതുകൊണ്ടും ഇപ്പോൾ ഈ മേക്കപ്പ് ഫീൽഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് വർക്കുകൾ നമുക്ക് കിട്ടും. നമ്മളൊന്ന് സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപോലെ ബ്രൈഡ്സിനെ വരും. അപ്പോൾ ബിസി ആകുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ പഠിക്കാൻ പോകാൻ കുറച്ച് ഒന്നും മടിയെടുക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കും. പക്ഷെ ആ സ്ഥലത്താണ് ഇപ്പം ചേച്ചി പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പം ആദ്യം പറഞ്ഞല്ലോ അച്ഛനൊക്കെ ആദ്യം ഒന്ന് ഞെട്ടി മേക്കപ്പിലോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഏറ്റവും സപ്പോർട്ട് ആരായിരുന്നു ശരിക്കും? ഏറ്റവും സപ്പോർട്ട് അന്നും ഇന്നും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ ഹസ്ബൻഡ് ആൻഡ് ഹസ്ബൻഡ്സ് ഫാമിലി കാരണമാണ് കുറച്ചും കൂടി എനിക്ക് ഇതിലേക്ക് എക്സ്പോഷർ കിട്ടിയത്. കാരണം എൻ്റെ അച്ഛൻ സപ്പോർട്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അച്ഛൻ എപ്പോഴും ഞാനൊരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകണം അങ്ങനത്തെ ഒരു ഡ്രീം ആയിരുന്നു ഉണ്ടായത്. പക്ഷെ ഞാൻ ഈ മേക്കപ്പ് പറഞ്ഞപ്പോൾ അച്ഛൻ അതിൻ്റെ ഒരു വാല്യൂ ആ സമയത്ത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആ സമയം മുതലേ എൻ്റെ അടുത്ത് നിനക്ക് പാഷൻ ഇതാണെങ്കിൽ ഇതിലേക്ക് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും എനിക്ക് ഏറ്റവും സപ്പോർട്ട് എവിടെയാണെങ്കിലും. ഇൻഫാക്ട് ആളുടെ ജോബ് വരെ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഹാവ് എ ബേബി. എനിക്കൊരു 1.5 years old ബേബി ഉണ്ട്. അപ്പം ബേബീനെയും എൻ്റെ ജോബും എല്ലാം കൂടിയും ബുദ്ധിമുട്ടാവുന്നതിനെ കൊണ്ട് ആളുടെ ജോബ് റിസൈൻ ചെയ്ത് ഇപ്പോൾ ബേബീനെ ഫുൾ ടൈം ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെ എന്നെ ഡെഫിനറ്റ്ലി ഞാൻ ട്രിവാൻഡ്രം അതിനെക്കൊണ്ട് അവിടെ മാത്രമല്ല നമുക്ക് വർക്ക് വരുന്നത്, ത്രൂ ഔട്ട് കേരള എടുക്കുന്നുണ്ട്. അപ്പോൾ ബേബീനെ അതിൻ്റെ കൂടെ നോക്കുന്നുണ്ട്, എൻ്റെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കൊണ്ടുപോകുന്നുണ്ട്. അവരും വരും ഡെഫിനറ്റ്ലി. ഇപ്പോൾ ചില സമയത്ത് വരാൻ പറ്റാത്ത സമയത്ത് ഹസ്ബൻഡ് അച്ഛനും അമ്മയും സിസ്റ്ററും എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ കുറേ വർക്ക്സിനൊക്കെ. അതേപോലെ ഇപ്പം ഇവരെയൊക്കെ ആ ഒരു സപ്പോർട്ടും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് ഫാമിലി ഇപ്പോൾ ഇതിനൊക്കെ ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാട്ടോ. ഇപ്പം നമ്മൾ എത്രയൊക്കെ പ്രോഗ്രസീവ് സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ കുട്ടിയായി കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്ന ഒരു കാര്യം വൈഫ് ജോബ് റിസൈൻ ചെയ്യും. മോസ്റ്റ്ലി നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എത്ര പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാലും കൂടുതലും കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ല, ഓക്കെ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായിരിക്കും കുറച്ചും കൂടി ഒരു അതങ്ങനെ വേണോ, ഇല്ലെങ്കിൽ റിസൈൻ ചെയ്തുകൂടെ, ഇല്ലെങ്കിൽ ബേബിയെ നോക്കിക്കൂടെ എന്നുള്ളൊരു കൂടുതൽ നമ്മൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഞാൻ 25 years ആണ്, നേരത്തെ ഏർലി മാരേജ് ചെയ്തവരുണ്ട്, ലവ് മാരേജ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറയുന്നത് കല്യാണത്തിന് മുൻപ് പോലെ അല്ലായിരുന്നു, കുട്ടിയായി കഴിഞ്ഞപ്പം കുറേ മാറ്റം വന്നു എന്നാണ്. ആ സ്ഥലത്താണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയും ബ്രദറും ഇല്ലെങ്കിൽ സിസ്റ്ററും അച്ഛനും ഒക്കെ കൂടെ വർക്കിന് വരും എന്ന് പറയുന്നത് കേൾക്കത്തേ ഇല്ലാത്തൊരു കാര്യമാണ്. കംപ്ലീറ്റ്ലി ബ്ലെസ്ഡ് ആണെന്ന് തന്നെ പറയാം. കാരണം
ഇൻഫാക്ട് എൻ്റെ ഫാമിലീൻ്റെ തന്നെ ആ ഒരു തിങ്കിങ് മാറാൻ കാരണം മേ ബി ഇവരെല്ലാവരും കൊണ്ടാവാം. കാരണം ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും ആലോചിക്കുക ഹസ്ബൻഡ് ആൻഡ് ഹസ്ബൻഡിൻ്റെ ഫാമിലി ഓക്കെ ആയിരിക്കുമോ നമ്മുടെ പ്രൊഫഷൻ, അതൊരു ജനറൽ തോട്ട് വരും ജനറലി. പക്ഷെ താങ്ക്ഫുള്ളി ഇപ്പോൾ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് മൈ ഇൻ-ലോസ് എല്ലാവരും ഇതിൽ അലൈൻഡ് ആയതിനെക്കൊണ്ട് എനിക്ക് അത്രയും ഒരു സപ്പോർട്ടാണ്. ആൻഡ് ഒരു ലേഡിക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് മച്ച് ആൻഡ് മോർ ബിയോണ്ട്. അപ്പം ഐ ഫീൽ കംപ്ലീറ്റ്ലി ബ്ലെസ്ഡ്. ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും ഈക്വലി അലൈൻഡ് ആണ് ഇപ്പോൾ അതിൽ. ആൻഡ് ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ അവരോട് ഞാൻ ഇതേ പറയുന്നത്, ഫോളോ യുവർ പാഷൻ ആൻഡ് പുട്ട് യുവർ 100%. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ 100% നമ്മൾ എഫേർട്ട് കൊടുത്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. ആൻഡ് സ്ലോലി പീപ്പിൾ നമ്മളെ വിഷൻ കാണാൻ തുടങ്ങുമ്പം അവർക്കും മനസ്സിലാവും ഓക്കെ ഇതിലൊരു കാര്യമുണ്ടെന്ന്. ആ കാര്യമുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാവരും അതിലേക്ക് അലൈൻഡ് ആയിട്ട് തുടങ്ങും. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ലൈഫൊക്കെ വിട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പാഷൻ്റെ കൂടെ പോവാണെങ്കിലും ഇപ്പം അത് മിസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും 9 to 5 ജോബൊക്കെ? ഇല്ല, ആക്ച്വലി ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തത്തിലേക്ക് ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒബ്വിയസ്ലി അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ ഫാമിലി ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഒന്നെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയായിരുന്നു ആദ്യത്തെ കോൺസെപ്റ്റ്. ഇപ്പോൾ കുറച്ചും കൂടി വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നാലും ആ ഒരു മെയിൻ സ്ട്രീമിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക, അങ്ങനെ പോവാ, പിന്നെ ലൈക്ക് ഇതൊന്നും അല്ലെങ്കിൽ PSC. അതെ ആ ക്രിയേറ്റീവ് ആസ്പെക്റ്റിലേക്ക് കുറേ തോട്ട്സ് കുറവാണ്. പക്ഷെ ഇനിയുള്ള ജനറേഷൻ ഐ ബിലീവ് ഇപ്പം ആ ഒരു ഷിഫ്റ്റ് മാറുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ജനറേഷനോടെ ലൈക്ക് ഇപ്പം നമ്മൾ കിഡ്സ് ആണ്, ഇപ്പം ഞാൻ എൻ്റെ മോളെ ആണെങ്കിലും ദർ ഇസ് നോ ലൈക്ക് സെയിങ് നോ ടു എ പ്രൊഫഷൻ. അവൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫീൽഡിലാണെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇത്രയും ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഏതൊരു സ്ഥലത്ത് പോകണം അതിനുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെയില്ലായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴും അത് ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റായിരുന്നു സ്റ്റാർട്ടിങ്ങിലുണ്ടായത്. പക്ഷേ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് റൂം അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യേണ്ടത് എല്ലാം കംപ്ലീറ്റ്ലി നോക്കിയിട്ട് അവർ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ഓഫ് എന്താ റെസ്പെക്റ്റ് ആണെങ്കിലും ആ ഒരു സ്പേസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുറച്ചും കൂടെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് കാണുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞല്ലോ എനിക്ക് സ്വന്തമായി മേക്കപ്പ് ചെയ്യുന്നതിലും ഇഷ്ടം ബാക്കിയുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള നമുക്ക് പേഴ്സണലി എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ലൈക്ക് ഒരു 99% ആൾക്കാരും ഫസ്റ്റ് പറയുന്നത് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു, ഞാൻ അങ്ങനെ മേക്കപ്പ് ഇട്ട് അപ്പൊ എല്ലാവരും പറയും നല്ല ഭംഗിയുണ്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും പൊതുവെ എല്ലാവരും majority% ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് നേരെ തിരിച്ചു എനിക്കല്ല ഇഷ്ടം, എനിക്ക് ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം എന്ന് കേൾക്കുന്നത്. അത് എങ്ങനെ കണ്ടുപിടിച്ചേ? ഫസ്റ്റ് ആർക്കാ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്? എൻ്റെ അമ്മ. അമ്മയിലാണ് പരീക്ഷണം തുടങ്ങിയത്. അമ്മയിലാണ് പരീക്ഷണം തുടങ്ങിയത്. കാരണം എൻ്റെ അടുത്ത് മേക്കപ്പ് കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്തോ എനിക്ക് എത്ര താല്പര്യമില്ല. ഞാനിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഒരു കണ്ണെഴുതും, ഒരു ലിപ്സ്റ്റിക്കും ഇടാറില്ല. മേജർലി ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ചില സമയത്ത് അങ്ങനെ ഇടാറുള്ളൂ. പക്ഷേ അതെ ഭയങ്കര ലൈറ്റ് മേക്കപ്പ് അത് അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സ്കിന്നാണെങ്കിലും ഭയങ്കര ആക്നെ പ്രോൺ ആണ്. അപ്പോൾ എനിക്ക് എന്തിട്ടാലും റിയാക്ഷൻ വരും. അപ്പോൾ ഞാൻ മാക്സിമം മേക്കപ്പ് അവോയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഉള്ളത്. പക്ഷെ അമ്മ എന്ന് പറയുമ്പം അമ്മ ഭയങ്കര പ്രിട്ടിയാണ് കാണാൻ. അപ്പോൾ അമ്മേനെ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും നല്ല പ്രിട്ടിയാണ് കാണാം. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പറയാം അമ്മ എന്തൊരു ഭംഗിയെ കാണാൻ, എന്തൊരു ഭംഗിയെ കാണാൻ. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് മോഡലൊക്കെ അമ്മയായിരുന്നു. ലൈക്ക് വീഡിയോ എടുക്കുക, അമ്മയുടെ പോസ്റ്റ് ചെയ്യുക. അമ്മയായിട്ടുള്ള ഞാൻ ആക്ച്വലി എനിക്ക് പേഴ്സണൽ ഫേസ്ബുക്ക് പേജ്, ഓർക്കുഡ് പേജ് ആ സമയം മുതലേ ഞാൻ അമ്മേനെ ഒരുക്കി ഫോട്ടോ ഇടുക, മൈ ബ്യൂട്ടിഫുൾ മദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ പ്രൊഫഷൻ പോലെയല്ല, ജസ്റ്റ് അങ്ങനെ. അത് എത്ര വയസ്സുണ്ടാവും? ഐ തിങ്ക് അറൌണ്ട് 9th standard 10th standard ആ ഒരു സമയം മുതൽ. പിന്നെ കോളേജിൽ ഈ ആനുവൽ ഡേയ്സ് അതൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് പ്രൊഫഷൻ പോലെ എടുത്തോടെ എന്ന്. പിന്നെ ഞാൻ MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് കയറിയപ്പം ഓഫീസ് ആനുവൽ ഡേയ്സിനും അങ്ങനെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് അവരെന്താ വെച്ചാൽ ഫാഷൻ ഷോ അങ്ങനത്തേനൊക്കെ എന്നെ വെക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് മണി വൈസ് ഒന്നും അല്ല, ബട്ട് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിനെ കൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓക്കെ ഇത് മേ ബി എനിക്കൊരു സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ തോന്നി, മനസ്സിലായി. അതെ. പിന്നെ ഞാനൊരു കോഴ്സ് ചെയ്തപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിനെ ചെയ്തു മേക്കപ്പ്, ലൈക്ക് ആളുടെ ഒരു പ്രീ വെഡിങ് ഫംഗ്ഷന്. അപ്പം ഫാമിലി മെമ്പേഴ്സ് മൊത്തം പറഞ്ഞു നിനക്ക് എന്തുകൊണ്ട് ഇത് ഒരു പ്രൊഫഷൻ ആക്കിക്കോടാ, അപ്രിസിയേഷൻസ് കിട്ടാൻ തുടങ്ങി. എൻ്റെ അച്ഛനോടും പറയാൻ തുടങ്ങി ലൈക്ക് മോള് നല്ലോണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും കുറച്ച് ഹാപ്പി ആകാൻ തുടങ്ങി. കുഴപ്പമില്ല നീ ടാലൻറ്റഡ് ആണല്ലോ ഇതിലൊക്കെ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വന്നു. പിന്നെ ഞാൻ കോഴ്സൊക്കെ ചെയ്ത് പിന്നെ 2-3 ബ്രൈഡ്സിനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ ബ്രൈഡ്സിൻ്റെ റെസ്പോൺസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ
അതൊരു നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ഓരോരോ റിവ്യൂസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കുറച്ചും കൂടി ബ്രൈഡ്സിനെ കിട്ടാൻ തുടങ്ങി, അങ്ങനെയാണ് സ്ലോലി ബിൽഡപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ബൈ ഗോഡ്സ് ഗ്രേസ് ഭയങ്കര നന്നായിട്ട് പോകുന്നുണ്ട്. ലൈക്ക് ഓൾ ദ ബ്രൈഡ്സ് ആർ കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കപ്പ് ഹിയർ. മേക്കപ്പ് എന്നുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹൗ യു ബിഹേവ് ഇസ് വെരി ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഹാഫ് ഇസ് യുവർ വർക്ക്, ഹാഫ് ഇസ് യുവർ സർവീസ്. അപ്പോൾ നമ്മൾ സർവീസ് നന്നായിട്ട് മേക്കപ്പ് കൊള്ളായാൽ പ്രശ്നമാണ്, അതേപോലെ മേക്കപ്പ് അത്രയും നന്നായിട്ട് സർവീസ് കൊള്ളായാലും പ്രശ്നമാണ്. സർവീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പം ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായത് മേക്കപ്പിലും കാട്ടിലും കുറച്ചും കൂടെ ചേച്ചി അടിപൊളി സർവീസിലായിരിക്കും. കാര്യം അത്ര നല്ല ബിഹേവിയറും സംസാരവും ഒക്കെയാണ്. ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നല്ല വർക്കാണ്, പക്ഷെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നത് അത്ര ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊന്നും ആയിരിക്കില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അൺകംഫർട്ടബിൾ ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ വർക്ക് എടുത്തോട്ടോ, നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതെനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. അല്ല, കുറേ റിവ്യൂസ് എനിക്ക് വരുമ്പോഴും മേക്കപ്പ് ഡെഫിനറ്റ്ലി അത് അവർക്കൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ബ്രൈഡ്സിൻ്റെ മദേഴ്സ്, ബ്രൈഡ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ബ്രൈഡ്സിനോട് പറയാറുണ്ടല്ലോ, ആ കുട്ടീനോട് പറയണം, അന്വേഷിച്ച് പറയണം, ആ കുട്ടിയുടെ നല്ലോണം നല്ല സ്വഭാവമായിരുന്നു എന്നൊക്കെ. അപ്പം നമുക്ക് അതും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതൊരു ഹാപ്പി ഒരു മൊമെന്റ്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആരെങ്കിലും പറഞ്ഞ റിവ്യൂ ഓർമ്മയുണ്ടാവും? ഒരുപാട് ഉണ്ടാവും, കുറേ റിവ്യൂസ് ഉണ്ട്. ലൈക്ക് ജനറലി എനിക്ക് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ മൊമെന്റ്, അത് ആ ഒരു കമന്റ് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കുറേ മദേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് മോളെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് വെരി ഹാപ്പി മൂമെന്റ്സ്. പക്ഷേ അച്ഛന്മാരെന്ന് പറയുമ്പം ചെറുതായിട്ടൊന്ന് പുട്ടിയിട്ടാൽ തന്നെ, അല്ല ചെറുതായിട്ട് മേക്കപ്പ് ഇട്ടാൽ തന്നെ പുട്ടിയിട്ട പോലെ തോന്നും, അങ്ങനെ പറയുന്നൊരു ലൈക്ക് ജനറൽ ഫീഡ്ബാക്ക് തരാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ആലോചിക്കുക അവരുടെ ഫാമിലിയും ഹാപ്പിയാണ്, ബ്രൈഡ് മാത്രം ഹാപ്പി ആയാൽ പോരാ. ഡെഫിനറ്റ്ലി ബ്രൈഡ് ഹാപ്പിയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഫാമിലി കാണുമ്പോഴും അയ്യോ മോളെ പുട്ടിയിട്ട പോലെ തോന്നി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരാൻ പാടില്ല. കേക്കി ഫീൽ വരാൻ പോലെ അതാണ് എൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലും. എൻ്റെ പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാം ഒരു സ്കിൻ ഫിനിഷ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഗ്ലാം സ്റ്റൈലാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പം റീസെൻ്റ്ലി ഞാനിപ്പോൾ ചെയ്ത കുറേ ബ്രൈഡ്സ് അവരെ അച്ഛന്മാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റിയാക്ഷൻസിനൊക്കെ വരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര അച്ഛൻ നല്ലത് പറയണേ, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പം റീസെൻ്റ്ലി ചെയ്ത കുറേ അച്ഛന്മാർ അപ്പം തന്നെ ഇങ്ങനെ മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആരാ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കാണിച്ചു കൊടുത്തിട്ട് അവർ നല്ലതൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് മേക്കപ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്, ബ്രൈഡൽ ചെയ്തിട്ടുണ്ട്, സെലിബ്രിറ്റി ചെയ്തിട്ടുണ്ട്, ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ബ്രൈഡലിനോടാണ്. കാരണം അതിൽ ജസ്റ്റ് മേക്കപ്പ് മാത്രമല്ല, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഇമോഷൻസ്, ബ്രൈഡിൻ്റെ ഇമോഷൻസ്, ബ്രൈഡിൻ്റെ ഫാമിലീൻ്റെ ഇമോഷൻസ്, അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേയിൽ നമ്മൾ എന്താണോ അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവർ ആ ഫുൾ ഓഡിയൻസിന് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബ്രൈഡലിന് തരുന്നൊരു ഹാപ്പിനെസ് എനിക്ക് വേറെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴും അത്രയും ഒരു ഹാപ്പിനെസ് കിട്ടില്ല. എന്നൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണല്ലോ അവരുടെ. അപ്പം അത് ചെയ്യുമ്പോഴും എനിക്കും ഹാപ്പിയാണ്. അതുപോലെ എൻ്റെ ടീം, ഐ ഹാവ് എ വെരി വണ്ടർഫുൾ ടീം. അപ്പോൾ അവരാണെങ്കിലും ഭയങ്കര നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ നോക്കുകയുള്ളൂ. ലൈക്ക് ബ്രൈഡ്സിന് ഇൻക്ലൂഡിങ് ഹെയർ സ്റ്റൈലിംഗ് ആണെങ്കിലും സാരി ഡ്രിപ്പിംഗ് ആണെങ്കിലും എല്ലാം അവർ ആ ബ്രൈഡിൻ്റെ പേസിനനുസരിച്ചാണ് നമ്മളെപ്പോഴും പോകാറുള്ളത്. ഇപ്പോൾ ഞാൻ ചേച്ചിയുടെ പേജ് മെറാക്കി എന്നുള്ള ഒരു പേജ് നോക്കുമ്പോൾ തന്നെ എനിക്കും പേഴ്സണലി തോന്നിയ കാര്യമാണ്, നമ്മൾ സാധാരണമായ എല്ലാ പെൺകുട്ടികൾക്കും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പല ലുക്സും കാണുമ്പോൾ അതുപോലെ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. സെലിബ്രിറ്റീസിൻ്റെ ഹെയർ സ്റ്റൈല്, അവരുടെ മേക്കപ്പ്. പക്ഷെ അവരൊക്കെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ ഹയർ ചെയ്തിട്ടായിരിക്കും, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരിക്കും ചെയ്യുന്നതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ ചേച്ചിയുടെ പേജ് കാണുമ്പം പല ആൾക്കാരെയും മേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ലുക്ക് കാണുമ്പോൾ, ലൈക്ക് അവരുടെ ഫസ്റ്റ് ലുക്കും പിന്നെയുള്ള ലുക്കും കാണുമ്പോൾ കറക്റ്റ് ആ ഒരു സെലിബ്രിറ്റി രീതിയിലോട്ടാണ് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഭയങ്കര സ്കിൻ ഫിനിഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈൽസ്, ഭയങ്കര ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ്. അപ്പോൾ ഇത് അവരായിട്ട് റെഫറൻസ് കാണിച്ച് ചെയ്യുന്നതാണോ നമ്മുടെ തന്നെ ഒരു ഔട്ട്പുട്ടാണോ? രണ്ടും ഉണ്ട്. അപ്പം ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബ്രൈഡിന് ഒരു സ്കോപ്പ് കൊടുക്കാറുണ്ട്. അവർക്ക് എന്താണോ വേണ്ടത് അത് പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ ബ്രൈഡ്സിനോട് പറയാറുണ്ട്, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാനായിട്ട്. എന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ റെഫറൻസും ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക എന്നുള്ളതിലാണ് നമ്മൾ ആ ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൺ ദ വെഡിങ് ഡേ ആണെങ്കിലും നമ്മൾ ഒരു റെഫറൻസ് ബ്രൈഡ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതേ റെഫറൻസിൽ തന്നെയല്ല നമ്മൾ ചെയ്തു കൊടുക്കുക. ഞങ്ങൾ ട്രയൽ കൊടുക്കാറില്ല, പക്ഷേ ട്രയലിൻ്റെ ആവശ്യം അവിടെ വരാറില്ല. കാരണം വെഡിങ് ഡേ എന്താണ് ഒരു 3 to 3.5 hours ആണ് ആ വെഡിങ് സ്ലോട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു 10 to 15 minutes നമ്മൾ ട്രയൽ ടൈം പോലെ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഞാൻ ബ്രൈഡുമായിട്ട് കാണിച്ചു കൊടുത്ത് ബ്രൈഡിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, ഇത് ചെയ്താൽ ഇങ്ങനെയായിരിക്കും വരിക, നിങ്ങളുടെ ഔട്ട്ലുക്ക് ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഫുള്ള്
പറഞ്ഞു കൊടുത്ത് അവർക്കൊരു വിഷൻ കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ലുക്ക് വരിക എന്നുള്ളത്, ഇൻക്ലൂഡിങ് ദ കളേഴ്സ്, ഐസ് ചെയ്ത് കഴിയുമ്പം ബേസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മളത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് ശരിക്കും നല്ല കാര്യമാണ്. ഓരോന്ന് കഴിയുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുമോ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് കഴിയുമ്പോൾ ഇങ്ങനെയാവും. അതെ, ബിക്കോസ് ഞാനൊരു ബ്രൈഡ് ആണെങ്കിലും ഞാൻ ലാസ്റ്റിലൊരു എൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഷോക്ക്ഡ് ആയിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ഇനി ടൈം ഉണ്ടോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രൈഡാണ്. അപ്പം ഞാൻ എൻ്റെ ബ്രൈഡ്സിനും അത് ഞാൻ നോക്കുന്നത്, ലൈക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ അവർക്ക് അവരുടെ ഹാപ്പിനെസ്സിനനുസരിച്ച് അവരുടെ ഹാപ്പി സ്കോപ്പിനനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഫൈനൽ ലുക്ക് വരുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഹാപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് ആണെങ്കിലും ഒരു റെഫറൻസ് അവർ കാണിച്ചെന്നാലും അതേ റെഫറൻസിലല്ല നമ്മൾ ചെയ്ത് കൊടുക്കുക. ഞങ്ങളൊരു 3-4 വേരിയേഷൻസ് കാണിച്ചു കൊടുക്കും, ഇൻക്ലൂഡിങ് ഫ്രണ്ടിൽ ഒരു 3-4 വേരിയേഷൻസ് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ബാക്കിൽ ഇപ്പം ഓപ്പൺ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ മെസ്സി പോണി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റൈലിംഗ് ടൂൾസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാതെ റഫായിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അവരുടെ മേക്കപ്പും ഉണ്ട്, അതിൻ്റെ കൂടെ ഹെയറും കൂടി വരുമ്പോൾ അവർക്ക് അവരുടെ ഫേസിന് എന്താണോ സൂട്ട് ആവുന്നത്. 3 to 4 ഹെയർ സ്റ്റൈൽസ് കാണുമ്പോൾ നമുക്ക് തന്നെ ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് അറിയാൻ പറ്റും. എക്സാക്ട്ലി അവരുടെ ഫേസിന് സൂട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ. കാരണം ഒരു റെഫറൻസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ബ്രൈഡ്സിനോട് പറയും, ഈ ഫേസിന് ചിലപ്പം അത് ബെസ്റ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഫേസിന് ചിലപ്പോൾ ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മൾ ഒരു കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 3-4 ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏതാണോ ഉള്ളത് അതാ ചൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫൻ ബ്രൈഡ്സ് ഞങ്ങളത് പറയാറുണ്ട്, ചേച്ചി ഞാൻ ഈ ഒരു റെഫറൻസ് ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളത്. ഈ പറയുന്ന പോലെ റെഫറൻസ് അല്ലാതെ നമ്മുടെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുമല്ലോ. അപ്പൊ ചേച്ചിക്ക് തന്നെ ഫസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇന്നതാണ് ചേരുന്നത്, ഈ ലുക്ക് ആയിരിക്കും ആൾക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ കുറേ ബ്രൈഡ്സ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം നമുക്ക് ഏകദേശം ഒരാളെ കണ്ടാൽ ഏത് ഹെയർ സ്റ്റൈൽ ആയിരിക്കും ആൾക്ക് കൂടുതൽ ചേരുന്നത്, അതുപോലെ ഏത് കളർ ഓഫ് ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ എങ്ങനത്തെ ഐ ഷേപ്പിനനുസരിച്ച് എങ്ങനത്തെ ഐ ഷാഡോ എല്ലാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മളൊരു വിഷയം എനിക്ക് എന്തായിരിക്കും ചേരാ. ഞാൻ അങ്ങനെ ചോദിച്ചല്ല കേട്ടോ, ഇപ്പൊ ഇങ്ങനെ പല പല ഹെയർ സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കായിരുന്നു, ഞാൻ പലപ്പോഴും കാണിക്കുന്ന മണ്ടത്തരാണ്. ഞാനിപ്പോ നേരത്തെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് ഇത് തന്നെ മതി എന്ന് പറയും. ചെയ്തെല്ലാം കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ ട്രയലും കാര്യങ്ങളും ഒന്നും ഇല്ല. അവര് അപ്പൊ അതങ്ങനെ തന്നെ സെറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് മടിയാ, എനിക്ക് ഭയങ്കര പേടിയാ പിന്നെ പറയാൻ, അയ്യോ എനിക്ക് ചേരുന്നില്ലല്ലോ എന്ന് പറയാൻ പേടിയായതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോയ്ക്ക് പോയി നിൽക്കും. പക്ഷെ ഫോട്ടോസ് വരുമ്പോഴും ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ പറയും, നിനക്കത് ചേരുന്നില്ലായിരുന്നു കേട്ടോ, കൊള്ളൂല എന്ന് പറയും. ഇവർ ഇന്റർവ്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് എനിക്ക് ഫോർഹെഡ് കൂടുതലാണ്. അപ്പോൾ പല ആൾക്കാർക്ക് പല അഭിപ്രായം, ഫുൾ ടൈം ലൂസ് ഹെയർ യൂസ് അങ്ങനെ ചെയ്തുകൂടെയും ചോദിക്കും. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും, എപ്പോഴും അതേ ഹെയർ സ്റ്റൈൽ ആണല്ലോ, പോളിറ്റൈലൊക്കെ കെട്ടിക്കൂടെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നെറ്റ് മൊത്തം കാണാം. അപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എനിക്ക് എന്താ ചേരുന്നത്. ആക്ച്വലി ലൂസ് ഹെയർ സ്റ്റൈൽ നല്ലൊരു ഹെയർ സ്റ്റൈലാണ് ഇയാൾക്ക്. കാരണം ഡെഫിനറ്റ്ലി കുറച്ചൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷെ മൊത്തമായിട്ട് ഊരിടുന്നതിനേക്കാളും ഇവിടെ എന്തെങ്കിലും ഒരു ബ്രെയ്ഡ്സ് ഒക്കെ കൊടുത്ത് കുറച്ച് മുടി ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ലോണം ചെയ്യും. അപ്പോൾ മുഖം കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ തരും. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് ഹെയർ സ്റ്റൈൽ ഫോർ യു. അതുപോലെ മെസ്സി ബ്രെയ്ഡ്സ് ഇല്ലേ, മെസ്സി ബ്രെയ്ഡ്സ് ഇസ് എ വണ്ടർഫുൾ ഹെയർ സ്റ്റൈൽ ഫോർ യു. അപ്പോൾ പുറകെ ഇടാതെ മുന്നോട്ടേക്ക് മെസ്സി ബ്രെയ്ഡ് ഇട്ട് ഇവിടെ കുറച്ച് ലൈക്ക് ബാങ്ക്സ് പോലെയോ അല്ലെങ്കിൽ ലൂസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല ചേരും. യെസ്, ഒരു ദിവസം എൻ്റെ അടുത്ത് വരും, നമുക്ക് എന്തായാലും ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂസിൽ ട്രൈ ചെയ്യാം. ആൻഡ് യു വെരി പ്രെറ്റി. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൽ നമ്മളൊരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ബ്രൈഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്ന സമയത്ത് അപ്പൊ എല്ലാവരും നിനക്ക് ഇതിലൊരു ടാലന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക? ലൈക്ക് ഐ മേക്കപ്പ് ആണോ? എൻ്റെ ഐ മേക്കപ്പ് എല്ലാവരും പറയുന്നത്, ബ്രൈഡ്സ് ആണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാരി ഡ്രിപ്പിസ്റ്റ്, സ്റ്റൈലിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റ്, അവരൊക്കെ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഐ മേക്കപ്പ് ഇസ് ഗുഡ്. പിന്നെ സ്കിൻ ബേസ്, അതായത് നമ്മൾ സ്കിൻ ഫിനിഷിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ബേസ് എപ്പോഴും പറയുന്നൊരു കോമെൻ്റാണ്. കാരണം കുറേ കുട്ടികൾ എൻഗേജ്മെൻറ്റ് വേറെ സ്ഥലത്ത് ചെയ്തിട്ട് വെഡ്ഡിങ് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് ലൈക്ക് ചേച്ചിയുടെ ബേസ് ഭയങ്കര സ്കിൻ ഫിനിഷ് ആണ് എന്നുള്ളത്, ലൈക്ക് എന്താണോ നമ്മൾ നാച്ചുറലായിട്ടുള്ളത് അതുപോലെ വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ബേസ് എനിക്കൊരു ലൈക്ക് എൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഐസും വിശ്വസിക്കുന്നു, കാരണം അത് രണ്ടിലാണ് എനിക്ക് കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടാറുള്ളത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രൈഡ്സ് ഏതാ? ഹിന്ദു ബ്രൈഡ്സ് ആണോ മുസ്ലിം? എനിക്ക് മെജോറിറ്റി ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണ്. റീസെന്റ് ആണ്, അതെ,
ഹിന്ദു ബ്രൈഡ്സിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയത്. കാരണം ക്രിസ്ത്യൻ ബ്രൈഡ്സ് എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലുക്കിംഗ് ബേസ് ആണ് അവർക്ക്. പക്ഷെ ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈൽസ് ആണ് എല്ലാവർക്കും. നമ്മൾ ഹിന്ദു ബ്രൈഡ്സിന് കൂടുതലും ബ്രൈഡ് അല്ലെങ്കിൽ ആ പൂവ് നമ്മൾ സ്റ്റൈൽ ചെയ്യാനുള്ളതായിരിക്കും. പക്ഷെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഹെയർ സ്റ്റൈല് ഇത് എങ്ങനെയാ ഇതിങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവൂല. അതെ, അവർക്ക് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഡെഫിനറ്റ്ലി ഹെയർ സ്റ്റൈൽ ഇസ് വെരി ക്രൂഷ്യൽ. പ്ലസ് അവർക്ക് പുട്ടിയടിച്ച ഫീലിംഗ് തീരെ പാടില്ല. കാരണം നമുക്ക് ഹിന്ദു ബ്രൈഡ്സ് എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഡിറ്റോറിയത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ആ ലൈറ്റ്സും ഒക്കെ വരുമ്പോൾ പുട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ജ്വല്ലറി, സാരി, പിന്നെ ആ നെറ്റിച്ചുട്ടി അതെല്ലാം കൂടി വരുമ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ആയി കിട്ടും. പക്ഷെ അതേ മേക്കപ്പ് നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ചെയ്താൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും നമുക്ക്. അപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം അവർ പള്ളിയിലൊക്കെ ഡെഫിനറ്റ്ലി ആ ഒരു ലൈറ്റിങ്സ് ഒന്നും അധികം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ഔട്ട്ഡോർ മന്ത്രകോടിയുടെ സമയത്താണ് അവർ സ്റ്റേജിലേക്ക് എത്തുന്നത്. അതുവരെ അവർ ഔട്ട്ഡോർ ലൈറ്റ്സിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ സ്റ്റേജ് ലൈറ്റ് പോലെയല്ല നാച്ചുറൽ ലൈറ്റ്. അപ്പം നാച്ചുറൽ ലൈറ്റിലും നമ്മൾ കുറച്ചൊരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഗ്ലാമിൽ ചെയ്യുന്നതിന് എപ്പോഴും നല്ലത്. അങ്ങനെയാകുമ്പോൾ അവർക്ക് അധികം ജ്വല്ലറിയും ഇല്ല, ലൈക്ക് ചെറിയ സിമ്പിൾ ജ്വല്ലറി ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ബാലൻസ് ചെയ്യാനും എപ്പോഴും ഒരു സോഫ്റ്റ് ഗ്ലാം നാച്ചുറൽ ലുക്ക് ആണ് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ. ഞാൻ ബ്രൈഡ്സിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണെങ്കിൽ സോഫ്റ്റ് ഗ്ലാം, അതുപോലെ ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ ഭയങ്കര ഹെവി അല്ല, പക്ഷെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനേക്കാളും ഒരു 1 ഷെയ്ഡ് കുറച്ച് ലൈറ്റർ പോകുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജ്വല്ലറി ഒക്കെ വരുമ്പോൾ അതൊരു ബാലൻസ് ചെയ്യാനായിട്ട് അത് എപ്പോഴും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഉള്ളത്. മുസ്ലിം ബ്രൈഡ്സിനും ഡെഫിനറ്റ്ലി ഹിന്ദു ബ്രൈഡ്സിനെ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് മേക്കപ്പിൽ ഡിഫറൻസ് ഇല്ല, നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഐ മേക്കപ്പിൽ കുറച്ചൊരു ഡിഫറൻസ് വരും. ഫിനിഷിങ്ങിലാണ് മെയിൻലി ഡിഫറൻസ് വരുന്നത്. അപ്പം ഫിനിഷിങ് ഞാൻ എപ്പോഴും സോഫ്റ്റ് ഗ്ലാം ക്രിസ്ത്യൻ ബ്രൈഡ്സിന് എപ്പോഴും ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഹിന്ദു ബ്രൈഡ്സിനാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെവി, മുസ്ലിം ബ്രൈഡ്സിനും സിമിലർ, അങ്ങനത്തെ ഒരു ഇതാണ് ഉള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് കൈൻഡ് ഓഫ് മേക്കപ്പിനുള്ള എൻക്വയറിയാണ്? ഇപ്പം HD, എയർ ബ്രഷ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്? റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാ ബ്രൈഡ്സും ഇപ്പം എയർ ബ്രഷാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഐ തിങ്ക് ഒരു 1 അല്ലെങ്കിൽ 2 years ബിഫോർ വരെ HD മേക്കപ്പ്, ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അതായിരുന്നു ട്രെൻഡ്. ഇപ്പം എല്ലാവരും എൻക്വയറി വരുമ്പോഴേ ഗ്ലാസ് സ്കിൻ ചെയ്യുമോ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു എൻക്വയറി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എയർ ബ്രഷ് ചെയ്യുമോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ഷിഫ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ചാളെ വീണ്ടും ചിലപ്പോൾ ഇത് മാറും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറയാനുള്ള മെയിൻ റീസണും. കാരണം ഇന്ന് ഒരു ട്രെൻഡ് ആണെങ്കിൽ നാളെ വേറെ ട്രെൻഡാണ്, മറ്റന്നാൾ വേറെ ട്രെൻഡാണ്. അപ്പം നമ്മൾ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ സ്കില്ല് ഏറ്റവും അടിപൊളിയാന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല, വർക്ക്ഔട്ട് ആവില്ല. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിൽ നിന്നും ഓരോരോ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ച് അത് പിന്നെ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി കൊണ്ടുവരണം. എന്നിട്ട് നമ്മളെ ടെക്നീക്സ്, ആ ആർട്ടിസ്റ്റിൻ്റെ ടെക്നീക്സ് എല്ലാം കൂടിയും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സിഗ്നേച്ചർ ഒരു മേക്കപ്പ് ലുക്ക് തരും. മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ടോ? ഞാൻ കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഇന്റർവ്യൂ കാണുന്നവർക്ക് വേണ്ടി ഒരു ടിപ്പ്, നമ്മുടെ ഒരു ടിപ്പ്. ഇപ്പം പല ആൾക്കാരുടെ ടിപ്പ് എല്ലാം വെച്ചിട്ട് നമ്മൾ അടിപൊളിയാക്കി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം ചേച്ചിയുടെ വർക്ക് കാണുന്ന ഇല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കരമായിട്ട് ഓക്കെ ഇത് നല്ല ഭംഗിയാണ്, ഇതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എന്തായാലും കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇന്റർവ്യൂ കാണുമ്പോൾ അവർക്കൊരു ചെറിയ ടിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുക ബ്രൈഡ്സിനോട്, സ്കിൻ നന്നായാൽ മേക്കപ്പ് നന്നാവും. അപ്പം നമ്മൾ എപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും എങ്ങനെ വർക്ക് ചെയ്യണമെങ്കിലും അതിനായിട്ടൊരു ടൈം കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ബേസിക്കായിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതുപോലെ തന്നെ ടോണർ, ഇതൊക്കെ ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബ്രൈഡ്സിനോട്, ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. യെസ്, കാണിക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സ്കിൻ ഓയിലി ആണെന്ന്, ചിലപ്പോൾ ആവില്ല, കോമ്പിനേഷൻ ആവാം, എന്തും ആവാം. അപ്പോൾ നമ്മൾ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്താണ് അതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എന്തായാലും ലൈഫിൽ നമ്മൾ കാണിച്ചിരിക്കണം. എന്നിട്ട് അവർ തരുന്ന ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വരുന്നത് ബേസ് എങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്രാക്സ് ഇല്ലാതെ വരുന്നു, അങ്ങനെയൊക്കെ നോക്കാനാണ്. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈംസ് ബ്രൈഡ്സിന് വരുന്നൊരു എക്സ്പീരിയൻസ് പറയുന്നത് ഇപ്പോൾ സ്വെറ്റർ, സമ്മർ, നമ്മൾ കേരള എന്ന് പറഞ്ഞൊരു ഹ്യൂമിഡ് പ്ലേസ് ആണ്. അപ്പം മേക്കപ്പ് ഒലിച്ചു പോവുക, അങ്ങനെ ഒരു കണ്ടീഷൻ എപ്പോഴും കൂടുതൽ ടച്ച് ചെയ്യുമ്പം അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ പ്രൈമേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം മേക്കപ്പിന് ചില ആർട്ടിസ്റ്റുകൾ പ്രൈമേഴ്സ് നല്ലോണം സ്കിപ്പ് ചെയ്യാറുണ്ട്, ചിലവർ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച് നല്ലൊരു പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും.
അപ്പം ഇപ്പം കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ഇപ്പം ബെനിഫിറ്റ്, സ്മാഷ് ബോക്സ്, അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിനനുസരിച്ച് നമ്മളൊരു ഗുഡ് പ്രൈമറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബേസിസിൽ നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്ത് പിന്നെ നല്ലൊരു സെറ്റിംഗ് സ്പ്രേയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഡെഫിനറ്റ്ലി ലാസ്റ്റ് ചെയ്യും. പിന്നെ ടച്ച് ചെയ്യരുത്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫേസ് ടച്ച് ചെയ്യരുത്. എല്ലാ മേക്കപ്പും വാട്ടർ പ്രൂഫാണ്, പക്ഷെ സ്വെറ്റ് പ്രൂഫ് അല്ല. നമ്മളെ കയ്യിലൊക്കെ സ്വെറ്റ് ഉണ്ടാവും, അതുപോലെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ വേർപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ട്രാൻസ്ഫർ ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഒരു ഇച്ച് വന്നാൽ പോലും ഞാൻ എൻ്റെ ബ്രൈഡ്സിനോട് പറയാം, സഹിച്ചു നിന്നാൽ മതി, ടച്ച് ചെയ്യരുതെന്ന് പറയും. അതുപോലെ സഹിച്ചു നിന്നാൽ മതി. പിന്നെ ഒരു ഫാൻ ക്യാരി ചെയ്യാൻ പറയും. ഇത് ഒരു ബ്രൈഡ്സിനോടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ ബ്രൈഡൽ വാനിറ്റിയിൽ നിങ്ങൾ ഒരു ബാഗ് പാക്ക് ചെയ്യുമ്പം അതിലൊരു മിനി പോർട്ടബിൾ ഫാന് വെക്കണം, മസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻഡോർ ആണെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഞാൻ പറയും ബൊക്കേൻ്റെ ഉള്ളിൽ ഫാന് ഫിക്സ് ചെയ്യാനായിട്ട്. അതെ, അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ സ്വെറ്റ് ചെയ്യും തോറും നമ്മൾ കൈ അല്ലെങ്കിൽ ടിഷ്യൂനെ കൊണ്ട് തൊടുവാണെങ്കിൽ അത് സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ബിക്കോസ് സ്വെറ്റ് പ്രൂഫ് ഒന്നുമല്ല മേക്കപ്പ്. അത് എന്ത് മേക്കപ്പ് ഇൻക്ലൂഡിങ് എയർ ബ്രഷ് എടുത്താൽ പോലും സ്വെറ്റ് പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ സ്വെറ്റ് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ടവൽ അല്ലെങ്കിൽ നമ്മൾ കൈനെ കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ട്രാൻസ്ഫർ ആവും. പക്ഷെ ആ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്നും അതൊന്ന് പ്രോപ്പർലി ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വെറ്റ് നേരെ ഉള്ളിലേക്ക് പോയിക്കോളും. അത് ട്രാൻസ്ഫർ ആവും ഒന്നുമില്ല, അത് മേക്കപ്പ് ഡൾ ആവത്ത് പോലും ഇല്ല. അപ്പോൾ ജസ്റ്റ് ആ ഫാൻ കൊണ്ട് ഡ്രൈ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരു ചെറിയ ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാമല്ലോ, ഒരു ചെറിയൊരു പ്രശ്നം പോലും ഇല്ലാതെ. സോ ബ്രൈഡ്സിനോടുള്ള ഒരു ടിപ്പാണ്, ലൈക്ക് ഫാൻ എപ്പോഴും ക്യാരി ചെയ്യുക, ഒരു ബ്ലോട്ടിംഗ് പേപ്പർ ക്യാരി ചെയ്യുക. ഭയങ്കര എക്സ്ട്രീം ഓയിലി ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിനെ കൊണ്ട് സ്വെറ്റൊക്കെ ഡ്രൈ ചെയ്യാം, പക്ഷെ ഓയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനൊരു ബ്ലോട്ടിംഗ് പേപ്പർ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ മൊത്തം ബ്ലോട്ടിംഗ് പേപ്പറിലേക്ക് പോയിക്കോളും. അത് എൻ്റെ ലൈക്ക് ഏട്ടത്തി ചെയ്തൊരു കാര്യമാണത്. ആള് ഭയങ്കര ഓയിലിയാണ്, ആളിപ്പോൾ അത് ക്യാരി ചെയ്തു. ഞാൻ തന്നെ നോക്കായിരുന്നെങ്കിൽ ഞാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ കറക്റ്റാണ്. അതെ അതെ, നല്ലൊരു കാര്യം, അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഓക്കെ, നമുക്ക് ബുക്കിംഗ്സ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും? നേരത്തെ തന്നെ ബുക്കിംഗ് ഒരു 1 month അല്ലെങ്കിൽ 2 month ബിഫോർ തന്നെ ബുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി ക്ലോസ് ആവുമോ? 1 month ഒന്നുമല്ല, ഇപ്പോൾ 1 year അഹെഡ് ആണ് ബുക്കിംഗ്സ് ഒക്കെ വരുന്നത്. ആബ്സല്യൂട്ട്ലി. ഇപ്പൊ എനിക്ക് ഡിസംബർ ജാനിലൊക്കെ ബുക്കിംഗ്സ് കുറേ ഡേറ്റ്സ് ബ്ലോക്ക്ഡ് ആണ്. ഇപ്പം ഫ്യൂ ഡേറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ എന്നാലും മെജോറിറ്റി ഓഫ് ദ മുഹൂർത്തം ഡേറ്റ്സ് അല്ലെങ്കിൽ ഭയങ്കര ഓസ്പിഷ്യസ് ഡേറ്റ്സ് ഒക്കെ ബുക്ക്ഡ് ആണ്. അപ്പൊ ഏതെങ്കിലും റൈറ്റ്സിനൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ഡേറ്റ് ഇടും. അപ്പൊ ഒരു കൊല്ലം മുന്നേ ഒരു ഡേറ്റ് എടുക്കും അല്ലേ? ആബ്സല്യൂട്ട്ലി. എന്താ വെച്ചാൽ മേക്കപ്പ് പോലെ തന്നെയാണ് വെന്യൂവും അവർക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പം ഈ രണ്ടും ബാലൻസിൽ നിൽക്കണം, വെന്യൂ ആൻഡ് മേക്കപ്പ്. ഈ രണ്ട് സാധനം കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പോൾ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 years അല്ലെങ്കിൽ ഒരു 1 year മിനിമം ആ ഒരു ഇതിൽ ബുക്ക്ഡ് ആവും. അപ്പം നിങ്ങൾക്കിപ്പം ഒരു പർട്ടിക്കുലർ ആർട്ടിസ്റ്റിൻ്റെ മനസ്സിലുണ്ട് ഇത് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ബ്രൈഡ്സിനോട് പറയാം, ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളാനായിട്ട്. കാരണം ഒരാളിപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തു, അയാൾ പറഞ്ഞു ചേച്ചി ഞാൻ 2 ദിവസത്തിൽ കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ആ ഒരു 1 hourൻ്റെ ഉള്ളിൽ വേറൊരാൾ ആ ഡേറ്റ് അപ്രോച്ച് ചെയ്തു എന്ന് വെച്ചോ, അപ്പോൾ ആ കുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയാളുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ആരാണോ നമ്മുടെ അടുത്ത് ഫസ്റ്റ് വരുന്നത് അതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതേ സിസ്റ്റമിലാണ് എല്ലാ ആർട്ടിസ്റ്റും വർക്ക് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എന്നാണോ നേരത്തെ ഡേറ്റ് എടുക്കണം എന്നുള്ളതും വലിയൊരു പോയിന്റ് ആണ്. വെയിറ്റ് ചെയ്യരുത്. ഡേറ്റ് കിട്ടിയാൽ അപ്പം ബുക്ക് ചെയ്യുക, ഡേറ്റ് കിട്ടിയില്ലെങ്കിലും പേരൻസിനോട് പറയുക വേഗം ഡേറ്റ് ബുക്ക് ചെയ്യൂ, എനിക്ക് വേഗം ബ്ലോക്ക്. എനിക്ക് വീട്ടിൽ കല്യാണമൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ പറയും, അപ്പം സമയമുണ്ടല്ലോ. അപ്പൊ അമ്മ ഇങ്ങനെ പറയും നെക്സ്റ്റ് ഇയർ എന്തായാലും നടത്തണം, 2027 ലാസ്റ്റ് എന്തായാലും കല്യാണം നടത്തണം. അപ്പൊ ഞാൻ പറയും 2020. ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാ, ഒരു സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് ഡേറ്റ് എടുക്കാം, എന്നിട്ട് അപ്പൊ നമുക്ക് ആലോചിക്കാം. ഡിസംബറിലേക്ക് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ആലോചിക്കാം ഈശ്വര ഇപ്പോഴൊക്കെ പറയുന്ന ഏറ്റവും പീക്ക് സീസൺ ടൈമാണ്. ഓക്കെ, ഞാനും അത് നോക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. അപ്പൊ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്? നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഐ ബിലീവ് യെസ് ലൊക്കേഷൻ ഇസ് വൺ തിങ്. ആൻഡ് ഓൾസോ നമ്മൾ ഒരാൾക്ക് ഒരു സ്ലോട്ട് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ 100% ഇടണം. അപ്പം ഞാൻ അധികം ബുക്കിങ്സ് എടുക്കാറില്ല. മോർണിംഗ് ഒരു സ്ലോട്ട്, ഈവനിങ് ഒരു സ്ലോട്ട്, അങ്ങനെ കൊടുക്കാറുള്ളൂ. കാരണം എനിക്ക് ഓരോ ആർട്ടിസ്റ്റിനും ഡിഫറെൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ബ്രൈഡിന് ഫുൾ അറ്റൻഷൻ കൊടുക്കണം. അതിൽ റഷ് പിടിച്ച് അടുത്ത വെന്യൂലേക്ക് ഓടാൻ നിൽക്കുമ്പോൾ എനിക്ക് അതിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പുതിയ വർക്കിൽ വരുമ്പോൾ എനിക്ക് ആ ടെൻഷൻ ആയിരിക്കും, അവിടെ എന്ത് പറ്റി ഇവിടെ എന്ത് പറ്റി, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ തോട്ട്സ് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സെയിം ലൊക്കേഷൻ, ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ആയതിനെക്കൊണ്ട് ഞാൻ ഓൾ കേരള ബുക്കിങ്സ് എടുക്കാറുണ്ട്, ഓൾ ഇന്ത്യയും എടുക്കാറുണ്ട്. അപ്പോൾ ഓൾ കേരള ആകുമ്പോൾ ഞാൻ മോർണിംഗ് ഇപ്പോൾ അടുപ്പ് കൊച്ചി ആൻഡ് ആലപ്പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് കൊച്ചിയാണ്, ഈവനിങ് ആലപ്പുഴയാണെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ട്.
കൊച്ചി തന്നെയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് കൊച്ചിയാണ്, ആ സെയിം ബ്രൈഡിന് ഉച്ചക്കും ഒരു ഇവന്റ് ഉണ്ട്, വൈകുന്നേരം ഒരു ഇവന്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 3 എണ്ണം എടുക്കാറുണ്ട്. പക്ഷേ 2 ഡിഫറെൻറ്റ് ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഒരു സ്ലോട്ട്, ഈവനിങ് ഒരു സ്ലോട്ട്, അങ്ങനെയായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ അവർക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു റഷിൻ്റെ ടൈം വരുന്നില്ല, അവർക്ക് ആ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒരു ഷൂട്ടിന് പോകാനുണ്ട്, ചേച്ചി ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്കൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് തരാൻ മതി പറഞ്ഞാൽ തന്നെ ഞാൻ നോ പറയാറില്ല. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അവരുടെ മെയിൻ ഡേ ആണ്, അവർക്ക് ഷൂട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടുന്ന് ഡെഫിനറ്റ്ലി അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി കുറേ ആർട്ടിസ്റ്റിന് ഇതിനുള്ള ടൈം ഉണ്ടാവില്ല, കാരണം അവർ കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിരിക്കാം. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടിയും ടൈം കണ്ടെത്താറുള്ളത് വെച്ചാൽ ഞാൻ ആ ഒരു സിസ്റ്റമാറ്റിക് ഫോമിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ്. പക്ഷേ ചില ആർട്ടിസ്റ്റുകൾ ഭയങ്കര ടൈം മാനേജ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരങ്ങനെയും വർക്ക് ചെയ്യാറുണ്ട്, ഒരു 3-4 വർക്ക്സ് ഒക്കെ എടുക്കാറുണ്ട്, വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ്, നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫോം ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇഷ്ടം പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാടാണ്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമുക്കൊരു വർക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ പോലും വരുന്നത് 1000+ ഓഫ് പ്രൊഫൈൽസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും ഇതിൽ നിന്ന് നമ്മളെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചേച്ചി ഇപ്പോൾ വർക്കിന് പോകുമ്പം മസ്റ്റായിട്ട് ചേച്ചി തിങ്ക് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം ഏർലി മോർണിംഗ്സ് ഒക്കെ ആയിരിക്കും ഒരു ബ്രൈഡൽ വർക്കിന് പോകുന്നത്, നമ്മൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യണം, ലൈക്ക് പ്രോഡക്റ്റ്സ് അല്ലാതെ തന്നെ നമ്മൾ ക്യാരി ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഓക്കെ നമ്മളിങ്ങനെ വേണം ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും, ചില ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങുന്നത് കാണാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എപ്പോഴും? ഡെഫിനറ്റ്ലി പ്രയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതൊരു വർക്ക് തുടങ്ങുമ്പോൾ ഞാൻ ആ ബ്രൈഡ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ബ്രൈഡ് ആവട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എല്ലാ ബ്രൈഡിനും തുടങ്ങാറുള്ളൂ. അപ്പം അത് ചിലപ്പം ഇന്നത്തെ ബ്രൈഡ് നാളത്തെ ബ്രൈഡ് എന്നല്ല, ഇന്നൊരു ബ്രൈഡ് ഉണ്ടെങ്കിൽ ഇതെൻ്റെ ബെസ്റ്റ് ബ്രൈഡൽ വർക്ക് ആവട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സിംഗിൾ വർക്കിൽ ഞാൻ എൻ്റെ 200% കൊടുക്കാൻ നോക്കാറുണ്ട്. ഓൾസോ ഞാൻ എപ്പോഴും എന്തെങ്കിലും സ്നാക്ക് ക്യാരി ചെയ്യാറുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടും. അപ്പം അവരും നേരത്തെ ആവുന്ന സമയത്ത് ചിലപ്പം എന്നും കഴിക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ബ്രൈഡ്സിന് ചെറുതായിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ബാറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ചില ബ്രൈഡ്സ് ഓൾറെഡി കഴിച്ച ബ്രൈഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ അല്ലാത്ത വരുന്ന ബ്രൈഡ്സും കുറേ പേരുണ്ടാവും ടൈമിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം. കാരണം ലോങ് അവേഴ്സ് ഇരിക്കാനുള്ള, നമുക്ക് എപ്പോഴും ഞാൻ ബ്രൈഡ്സിനോട് പറയും എന്തെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, അല്ലാതെ നിങ്ങൾ മേക്കപ്പ് ചെയറിൽ വന്ന് ഇരിക്കുമ്പോൾ നിങ്ങളെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആവുകയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എനർജിയാണ് ത്രൂ ഔട്ട് ദ ഡേ വരിക. അപ്പോൾ ഞാൻ ഒരു ബുക്കിംഗ് കിട്ടുമ്പോൾ തന്നെ ഞാനൊരു ബ്രോഷർ അയക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നതാണ് കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, ഫുഡ് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ക്യാരി ചെയ്യുക എന്നുള്ളത്. ഇനി ബ്രൈഡ്സ് മറന്നു പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഞാൻ വെക്കാറുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൈറ്റ്സ്, നമ്മൾ എവിടെയൊക്കെയാണ് ബ്രൈഡൽ വർക്കിന് പോയിട്ടുണ്ട്, ചില സ്ഥലത്ത് ലൈറ്റ്സ് ഉണ്ടാവാറുണ്ട്, ചില സ്ഥലത്ത് ലൈറ്റ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റിംഗ് ഞാൻ എല്ലാ ബ്രൈഡൽ വർക്കിന് പോകുമ്പോഴും അത് കൊണ്ടുപോകാറുണ്ട്. ഒരു റിംഗ് ലൈറ്റ് ക്യാരി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പവർ കട്ട് വരുമ്പോൾ നമുക്ക് റിംഗ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതുപോലെ ബ്രൈഡ്സ് ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടൈം അതിനൊന്നും ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഒരു പോക്കറ്റ് ലൈറ്റ് എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റിലും നമുക്ക് ഒരു പരിധി ഉണ്ട് നമുക്ക് ആ ലൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് കിട്ടണമെങ്കിൽ നല്ല ലൈറ്റിംഗ് നല്ല വേണം. അപ്പോൾ അത് ക്യാരി ചെയ്യാറുണ്ട്, സ്മോൾ പോക്കറ്റ് ലൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. കേസ് ഓഫ് പവർ കട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അപ്പുറം ഈ ഫാൻ യൂസ്ഫുൾ ആവും. കാരണം ആ ഫാൻ പവർ കട്ടുള്ള സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് വേർക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ആ സ്മോൾ പോക്കറ്റ് ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രൈഡ്സിനും യൂസ്ഫുൾ ആണ്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന പ്രോസസ്സിനും യൂസ്ഫുൾ ആണ്. അപ്പോൾ അതും യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ ബ്രൈഡ്സിൻ്റെ അടുത്ത് എപ്പോഴും അവർ റെഡിയാക്കേണ്ട ഒരു കിറ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നെങ്കിൽ സ്വെറ്റ് പാഡ്സ് അല്ലെങ്കിൽ ഒരു ഗ്ലൂ ഡ്രോപ്സ് ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും എക്സ്ട്രാ ഒന്ന് ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം അതുപോലെ ഈ സേഫ്റ്റി പിൻസ് അല്ലെങ്കിൽ ഹെയർ പിൻസ് അത് ഞങ്ങൾ കൊടുക്കുന്നതിന് പുറമെ നിങ്ങളും ഒരു എമർജൻസി കിറ്റായിട്ട് വെച്ചാൽ മതി. കാരണം ഇൻ കേസ് ഞങ്ങൾ തരുന്ന കിറ്റ് നിങ്ങൾ എവിടെയെങ്കിലും മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ലിപ്സ്റ്റിക് സ്വാച്ച് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഒന്നും വെച്ച് മറന്നുപോയി, അങ്ങനെ ആ ഡേ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല എവിടേക്കാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ചെറിയൊരു എമർജൻസി കിറ്റ് എപ്പോഴും ബ്രൈഡ്സിനോട് കരുതാൻ പറയാറുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ എൻഡ്, എന്തായാലും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പേജിൽ കയറിയപ്പോൾ ഞാൻ കണ്ടതിൽ ഇപ്പോൾ പ്രിയാഗ മാർട്ടിൻ, അതുപോലെ ഗൗതമി, ഒരുപാട് ആക്ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പം ഞാൻ കാണാറുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്, ഇങ്ങനെ സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രിയാഗ ചേച്ചിയൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്തതും മെസ്സേജ് ചെയ്തതും ടാഗ് ചെയ്തതും ഒക്കെ കാണുമ്പോൾ ലൈക്ക് ഒരു എസ്സേ ആണ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അത് വർക്കിനെ പറ്റി മാത്രമല്ല ബിഹേവിയറിനെ പറ്റിയിട്ടും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും
ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, പ്രേക ചേച്ചി ആണെങ്കിലും ഗൗതമി ചേച്ചി ഒക്കെ ആണെങ്കിലും ഒരുപാട് പേരുടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നോട്ട് ചെയ്ത് നമുക്കൊരു അപ്രിസിയേഷൻ തരാന്ന് പറയുന്നത് അത്രയും നല്ല മേക്കപ്പും ബിഹേവിയറും ആയതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെ തന്നെ ഇനിയും ഫ്യൂച്ചറിൽ എല്ലാവരും അങ്ങനെ തന്നെ ആവട്ടെ. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സെലിബ്രിറ്റീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ലൈക്ക് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലീഗാണ്. ബ്രൈഡൽസ് പോലെയല്ല. അവരുടെ മേക്കപ്പ് എന്ന് പറയുമ്പം കുറച്ചും കൂടി ഭയങ്കര സട്ടിൽ മേക്കപ്പാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അവരെന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്. ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഗൗതമീനെ ആണെങ്കിലും പ്രയാഗേനെ ആണെങ്കിലും ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും നല്ല ഹ്യൂമൻസ് ആണ്. ഒരാൾക്കും ആ ജാട അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആകെ അവർ നോക്കുന്നത് വെച്ചാൽ മേക്കപ്പ് ഏറ്റവും സട്ടിലാവണം, ഏറ്റവും നാച്ചുറൽ ആവണം, അതേ നോക്കുന്നുള്ളൂ. കാരണം അവരെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബ്രൈഡലിന് പോകുന്ന പോലെ നമുക്കൊരു ഇവൻറ്റിന് പോകാൻ പറ്റില്ല. അവർക്ക് എന്താണോ സെൽഫായിട്ടുള്ളത് അതുപോലെ തന്നെ വേണം. ഇപ്പോൾ ഇന്ന് യു ഹാവ് കം ഫോർ ദ ഇൻ്റർവ്യൂ ലുക്കിംഗ് വെരി പ്രിറ്റി, പക്ഷെ അധികം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ആളെ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് എല്ലാ സെലിബ്രിറ്റീസും നോക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും അവരെ ഫീച്ചേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് ഞാൻ എൻ്റെ ബ്രൈഡ്സിനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അവരെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുക, ആളെ മാറ്റാതെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുക. യെസ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ ഒരു സെലിബ്രിറ്റി ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ സെലിബ്രിറ്റി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ബ്രൈഡ്സിനും ചെയ്യുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്താൽ തന്നെ ഹാഫ് ദ വർക്ക് ഇസ് ഡൺ. ആൻഡ് റീസെൻ്റ്ലി വൺ ഓഫ് മൈ ബ്രൈഡ്സ് ഇപ്പം കോളത്ത് വെച്ചിട്ട് എനിക്കൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, 4 ഇവൻറ്റ്സ്. അപ്പോൾ ആള് കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു, വർക്കായിട്ട് ഭയങ്കര കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു. പക്ഷേ മോർ ദൻ ദാറ്റ് എനിക്ക് ഫൈനൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പം അവർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് നമുക്ക് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗീതാഞ്ജലി എനിക്കൊരു ഇൻവോയ്സ് തരുമ്പം ഒരു ടിപ്പും കൂടി അവർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാവ്, ഓ ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് ദം. അപ്പോൾ അവർ പറഞ്ഞ് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ നേച്ചർ, യു ആർ വെരി കൈൻഡ് ടുവേർഡ്സ് ദം ആൻഡ് അവർക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഹാൻഡ്ലിങ്ങിനും കൂടിയായിട്ടും നിങ്ങളുടെ മേക്കപ്പ് സർവീസിനും കൂടിയായിട്ട് വി വുഡ് ലൈക്ക് ടു ടിപ്പ് യു എന്ന് പറഞ്ഞു. ആൻഡ് ദറ്റ് വാസ് നോട്ട് എ സ്മോൾ എമൗണ്ട്. അവർ അറൗണ്ട് ഒരു 37,000 അടുത്ത് ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. യാ, വിച്ച് ഇസ് ലൈക്ക് അബ്സല്യൂട്ട്ലി. അപ്പൊ അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക്. ഡെഫിനറ്റ്ലി അത് ഉറപ്പായിട്ടും. അത് ചില ആൾക്കാർ നമ്മൾ ജസ്റ്റ് പറയുമായിരിക്കും, പക്ഷെ അതിന് നമുക്ക് ജസ്റ്റ് അപ്രിസിയേഷൻ ചെയ്യണം എന്ന് തോന്നി ചെയ്തതും അതും അത് ഇത്രയും വലിയൊരു എമൗണ്ട് ചെയ്യാന്ന് പറയുമ്പം ഷോക്കല്ല അതിന് പറയേണ്ടത്. ഞാൻ ഒരിക്കലും ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം. നമ്മൾ ടിപ്പെന്ന് തരുമ്പോൾ തന്നെ എനിക്കൊരു ഹാപ്പിനെസ്സാണ്. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ആലോചിച്ചിട്ടല്ല, അങ്ങനെയുള്ള രീതിയിൽ തന്നെ എനിക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതിൻ്റെ പുറമെ ഇങ്ങനത്തെ ഒരു എമൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ആർ യു ഷുവർ ഇത്രയും വലിയൊരു എമൗണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു യെസ്, ഷി വാസ് എക്സ്ട്രീംലി ഹാപ്പി വിത്ത് യുവർ സർവീസ് എന്നുള്ളൊരു കമൻറ്റ് ആകട്ടെ. ദാറ്റ് മെയ്ഡ് മൈ ഡേ. അപ്പോൾ ഞാൻ ഇത്രയും എന്താ പറയുക, ആ ഒരു കോർപ്പറേറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു പ്രൊഫഷനിലേക്ക് എടുത്തതും ആണെന്ന് എനിക്ക് തോന്നി. ഹസ്ബൻഡിന്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഹസ്ബൻഡ്, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷനാണ് മാരിങ് ഹിം. ബിക്കോസ് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്രയും സപ്പോർട്ടീവ്. കാരണം ബേബി എന്ന് പറഞ്ഞാൽ 1.5 years ഓൾഡേ ഉള്ളൂ. ആളെ നോക്കുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ആള് ഭയങ്കര ക്രാങ്കി ആവാറുണ്ട്. മേക്കപ്പ് വരാൻ പറ്റിയിട്ടില്ല ആൾക്ക്. ഇവിടെ കൊച്ചിയിലുണ്ട്, പക്ഷെ കുഞ്ഞു കാര്യം എന്നുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അത് അത്രയും ഇപ്പൊ ആളാണ് ഇപ്പോൾ എൻ്റെ മോളിൽ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സി ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ ബിഗിനിങ്, ഇതിന് കഴിഞ്ഞിട്ട് നിനക്ക് എത്രയോ വരാനുണ്ട്. ഇത് നിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്മോൾ സ്റ്റാർട്ടിംഗ് ആണ് നീ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അബ്സല്യൂട്ട്ലി. ആൻഡ് എല്ലാവരും പാർട്ട്നേഴ്സ് ഇങ്ങനെ തന്നെ ആവട്ടെ. അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അലിയാൻസ് എന്നുള്ള കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജർ ഇൻ ഓപ്പറേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു പൊസിഷനിൽ നിന്നാണ് ആളിപ്പം റിസൈൻ ചെയ്തത്, കുഞ്ഞിനെ നോക്കാൻ. നോട്ട് ദാറ്റ് ഹി വിൽ നോട്ട് ബി ഗോയിങ് ബാക്ക്, മേ ബി ഒരു ദിവസം തിരിച്ചു പോവാം. പക്ഷേ അറ്റ് ദിസ് ടൈം എനിക്ക് ആൾ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേറ്റർ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആൾക്ക് എന്നിലുണ്ട്. അപ്പം അത് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ അതങ്ങോട്ട് ഫുൾഫിൽ ചെയ്യാനും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതല്ലാതെ ആളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താ? ഭയങ്കര കാമാണ് ആള്. ഭയങ്കര കാം. ഞാൻ ഭയങ്കര കാമാണല്ലോ. ഞാൻ കാമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹൈപ്പറുമാണ്, ടോക്കറ്റീവാണ്, ഹൈപ്പറാണ്. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോലും ഭയങ്കര കാമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു മേക്കപ്പിൽ ഒരു ഭയങ്കര കണ്ടിൻജൻസീസ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവാറുണ്ട്, ടൈം മാനേജ്മെൻറ്റ് എല്ലാത്തിലും. അപ്പോൾ ഇത്രയും ടൈം മാനേജ്മെൻറ്റ് ഇടയിൽ പോലും ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻഷനിലാവുമ്പോൾ തന്നെ ആൾ എൻ്റെ അടുത്തൊന്ന് പറയും ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നടക്കും, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇത്ര ടൈം ഉണ്ടല്ലോ, അതിന് അപ്പം ഒരു ബാലൻസ് തരുന്നുണ്ട്. അപ്പം വിഷ്ണു വിഷ്ണു ജയ്പാൽ. അപ്പൊ എന്തായാലും വിഷ്ണു ചേട്ടൻ എനിക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റട്ടെ, നമ്മൾ വർക്ക് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് കാണാൻ പറ്റട്ടെ. ഡെഫിനറ്റ്ലി നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര കാണാനൊരു. അതെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പറയാറുണ്ട് ലൈക്ക് അവർക്കും കംഫർട്ടബിൾ ആണ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം ഭയങ്കര പൊളൈറ്റാണ് ആൾക്കാരുടെ അടുത്ത്, ഭയങ്കര കൈൻഡാണ് ആൾക്കാരുടെ അടുത്ത്. അതുപോലെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ലേഡി എന്നുള്ള ഒരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ പേഴ്സണിനോട് ലൈക്ക് എൻ്റെ ടീമിനോട് സംസാരിക്കാറുള്ളത്. ഞാൻ നേരത്തെ സംസാരിച്ച് വന്നിട്ട് നമ്മൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് എത്തിപ്പോയി. പ്രയാഗ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ആള് ഭയങ്കര സൊട്ടേനായിട്ട് എല്ലാം ഇപ്പം ലുക്ക് വൈസ് ഒക്കെ തന്നെ നമുക്കറിയാം, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നടിമാരുടെ കൂട്ടത്തിൽ ഇത്രയും പല പല ലുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പം ആള് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആളുടേതായിട്ടുള്ള പറയാറുണ്ട് റെഫറൻസ്? ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ് ഐ ബിലീവ്. കാരണം ഒരു ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഉണ്ടാകും, പക്ഷെ അതിലൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കും അതൊരു ബെനിഫിഷ്യലാണ്. പ്രയാഗയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് വർക്ക് ആൻഡ് എ വെരി ചാലഞ്ചിങ് വർക്ക്. കാരണം ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം, ന്യൂ ലേണിങ്സ് ഉണ്ട്. കാരണം ആളും അത്യാവശ്യം നല്ലോണം മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴും പ്രയാഗ ഒപ്പീനിയൻസ് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. കാരണം ബ്രൈഡ്സ് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇവിടുന്ന് നമ്മളും ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ബ്രൈഡ്സിന് ചെയ്യുമ്പോൾ ആബ്സല്യൂട്ട്ലി. ആൻഡ് ഓൾസോ പ്രയാഗ ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര ക്രിയേറ്റീവാണ്. അപ്പോൾ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലൊരു വിഷൻ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറൊരു തിരിച്ചു വരുന്നുണ്ടാവുക. പക്ഷേ ഷീ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. ആളുടെ വർക്ക് വൈസ് നോക്കുവാണെങ്കിലും ഞാൻ മേക്കപ്പ് ലുക്സ് എസ്പെഷ്യലി ഞാൻ നോക്കുവാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ലൈക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര ആ ഒരു ഫേസ് കിട്ടിയ കുറേ ക്രിയേറ്റിവിറ്റി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ്. നല്ല ഫീച്ചേഴ്സ് ആണ്, പിന്നെ ആളും ഓപ്പൺ ആണ് ഫോർ ലൈക്ക് ഡിഫറെന്റ് ലുക്സ്. എന്തും നമുക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര absolutely. But it was like not just Prayaga but Gautami also. Gautami is very down to earth person. അപ്പം ആള് പക്ഷേ ഭയങ്കര കൂളായിരുന്നു. എൻ്റെ അടുത്ത് എന്താണോ വേണ്ടത് അത് ചെയ്തു. അത് നമ്മുടെ വാഴ സിനിമയിലെയും ആക്ട്രസിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയുണ്ട്? ഏഞ്ചൽ ഇസ് വെരി സ്വീറ്റ്, ഭയങ്കര സ്വീറ്റ് ആണ് ആള്. ഓൾസോ ഏഞ്ചലിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ലൈക്ക് സജഷൻസ് ഒന്നുമില്ലായിരുന്നു, ലൈക്ക് എനിക്ക് അങ്ങ് വിട്ടു തന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ. എനിക്ക് സംസാരിച്ചതിനകത്താണെങ്കിലും മോർ ദാൻ നമ്മുടെ മേക്കപ്പ് അതെല്ലാം എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. കുറേ വർഷങ്ങൾക്ക് ശേഷം വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിയുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ എങ്കിലും കുറച്ചും കൂടി അടിപൊളിയായി കഴിയുമ്പോൾ നമുക്ക് ചേട്ടനെയും കൂടി ഇരുത്തിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാം. രണ്ടുപേരും for that day. ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് മൈ പ്ലഷർ ഓൾസോ. ഇതൊരു ഇന്റർവ്യൂ ആയിട്ടല്ല എനിക്ക് തോന്നിയ ഒരു നല്ലൊരു കാഷ്വൽ കോൺവെർസേഷൻ ആയിട്ട് തോന്നുന്നത്. യു ആർ വെരി കംഫർട്ടബിൾ ടു ടോക്ക് ടു. താങ്ക് യു.